അവിശ്വസിച്ചാൽ സെക്കരിയാവിന് വന്നതുപോലെ വരാൻ സാധ്യത കൂടുതലാണ്. സെക്കരിയാവിന് എന്താ പറ്റിയേ? മഹാപുരോഹിതനാ, അതിനകത്ത് കയറി യാഗം അർപ്പിക്കാനായിട്ട് അകത്ത് കയറി ചെന്നിരിക്കുക. പക്ഷെ അകത്ത് നിന്ന് യാഗം അർപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞ ദൂത് കൈമാറാൻ ഒരുവൻ വന്നിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന അവന്റെ വായെ അടച്ചു വെച്ചിട്ട് വാഗ്ദത്ത സന്തതിയെ കർത്താവ് പുറത്ത് അവന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകല് ആരോടൊക്കെ ആത്മാവിൽ ദൂത് കൈമാറുകയാ. വാഗ്ദത്തം പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കാൻ സാധ്യത കുറവായിരിക്കും. മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയ ഒരു പക്ഷെ എന്റെ കണ്ണുകൊണ്ട് അത് ഒരിക്കലും നിറവേറ, ബുദ്ധി കൊണ്ട് നോക്കിയാൽ നിറവേറാൻ സാധ്യതയില്ലായിരിക്കും. പക്ഷെ നീ ആത്മ നിറവ് പ്രാപിച്ച നീ അകത്തളങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയണം, ആ വാഗ്ദത്തം ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടിരിക്കും. കാരണം എന്നോട് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, എന്റെ ദൈവമായി എന്നോട് ദൂത് പറഞ്ഞെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്തിരിക്കുന്നത്.